മുതലാളിത്തത്തിന്റെ തലസ്ഥാനമായ അമേരിക്കയിൽ തീവ്ര വലതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ വിജയിച്ചിരിക്കുന്നു. ന്യൂയോർക്കിന്റെ മേയറാകുന്ന ആദ്യ മുസ്ലിം, ആദ്യ ഇന്ത്യൻ വംശജൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സൊഹ്റാൻ മംദാനി എന്ന 34-കാരന്റെ വിജയം ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. കാരണം ആ വിജയം മനുഷ്യത്വത്തിന്, മനുഷ്യരാശിക്ക് നൽകുന്ന പ്രതീക്ഷകൾക്ക് അത്രത്തോളം വലുപ്പമുണ്ട്. കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം, ഇമിഗ്രന്റ്, ചെറുപ്പം. മംദാനിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെക്കാളും പ്രകടന പത്രികകളെക്കാളും ചർച്ചയായത് ഈ 4 പദങ്ങളായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ എതിർപക്ഷം അഴിച്ചുവിടുന്ന പ്രചാരണങ്ങൾ പലപ്പോഴും സാമാന്യ മര്യാദകൾ ലംഘിക്കാറുണ്ട്. പക്ഷേ മംദാനിയോളം ഇത്രമേൽ വ്യാജ വിദ്വേഷ പ്രചരണങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു സ്ഥാനാർത്ഥി സമീപകാലത്ത് ഉണ്ടായിക്കാണില്ല. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രവർത്തന മുദ്രാവാക്യമായ മംദാനി ഡെമോക്രാറ്റുകൾക്കിടയിലെ സോഷ്യലിസ്റ്റ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ട്രംപ് അടങ്ങുന്ന റിപ്പബ്ലിക്കൻസ് പാർട്ടിയിലെ പരമ്പരാഗത തീവ്ര വലതുപക്ഷ നിലപാടുകാർ ഒരു പടി കൂടി കടന്ന് മംദാനിയെ മാത്രം കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് എന്നാൽ എന്തോ ഭീകര സത്വമാണെന്ന നിലയിൽ അവതരിപ്പിച്ചു. ഹോളിവുഡിലെ സൂപ്പർ ഹീറോ സിനിമകളിൽ ലോകത്തെ നശിപ്പിക്കാനെത്തുന്ന അതിഭയങ്കരന്മാരായ അന്യഗ്രഹ ജീവികൾ ന്യൂയോർക്കിൽ കാലുകുത്തുന്നതിന് തുല്യമായിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റായ മംദാനിയെ റിപ്പബ്ലിക്കൻസ് അവതരിപ്പിച്ചത്. രാജ്യം നേരിടുന്ന സകലമാന പ്രശ്നങ്ങളും മറന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മംദാനിക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നു. എന്തായിരുന്നു ഇതിനെല്ലാമുള്ള കാരണം? മംദാനി പ്രതിനിധീകരിച്ചത് ന്യൂയോർക്കിലെ താഴെ തട്ടിലുള്ള മനുഷ്യരെയായിരുന്നു. ന്യൂയോർക്കിലെ ഭരണകേന്ദ്രങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്ന അതിസമ്പന്നരെ അയാൾ പേടിച്ചില്ല. ജപ്തി ഭീഷണി നേരിട്ടിരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് മംദാനി ആദ്യമായി ശ്രദ്ധയിലേക്ക് വരുന്നത് തന്നെ. 2020 ആദ്യമായി ജനപ്രതിനിധിയായതും അങ്ങനെ തന്നെയായിരുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ന്യൂയോർക്ക് നിവാസികളുടെ വാടക മരവിപ്പിക്കുക, സൗജന്യ ബസ് യാത്രാ സൗകര്യം, ആഗോള ശിശുക്ഷേമം തുടങ്ങിയവയടക്കം മംദാനി അവതരിപ്പിച്ച ഓരോ നയങ്ങളെയും ജനങ്ങൾ ഏറ്റെടുത്തു. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സമ്പന്നരുടെ നികുതി വർദ്ധിപ്പിക്കുമെന്നും അതിലൂടെ എല്ലാ ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മംദാനി പറഞ്ഞു. മംദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായി ചിത്രീകരിക്കാൻ ഇതിൽ കൂടുതലൊന്നും ട്രംപിന് വേണ്ടായിരുന്നു. മംദാനി മുന്നോട്ട് വെച്ച ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിറളി പൂണ്ടാണ് ട്രംപ് അടക്കമുള്ളവർ അമേരിക്കക്കാരുടെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനുവേണ്ടിയാണ് അവർ മംദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്തത്. ട്രംപും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവയും മുൻ മേയർ ആൻഡ്രൂ ക്യൂമോയുമെല്ലാം പിന്നീട് അഴിച്ചുവിട്ടത് അറയ്ക്കുന്ന പ്രചരണങ്ങളായിരുന്നു. മംദാനിയെ ജയിപ്പിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് തരില്ലെന്ന് വരെ ട്രംപ് ഒരു ഏകാധിപതിയെ പോലെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ന്യൂയോർക്കിലെ ജനങ്ങളോ മംദാനിയോ പേടിച്ചില്ല. അവർ ട്രംപിനും കുത്തക മുതലാളിമാർക്കും സാമ്രാജ്യത്വത്തിനുമെതിരെ തന്നെ വോട്ട് ചെയ്തു. മംദാനി ജയിച്ചു കയറി. മുസ്ലിം ആയതിന്റെ പേരിലായിരുന്നു മംദാനിക്കെതിരെ എതിർ സ്ഥാനാർത്ഥികൾ ഏറ്റവും വിദ്വേഷം അഴിച്ചുവിട്ടത്. ന്യൂയോർക്കിൽ മുസ്ലിം ആയിരിക്കുമ്പോൾ അപമാനത്തെ പ്രതീക്ഷിക്കണമെന്ന് വെറും 2 ആഴ്ച മുമ്പ് വരെ മംദാനിക്ക് പറയേണ്ടി വന്നിരുന്നു. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ കർട്ടിസ് ലിവ മംദാനി ജിഹാദിനെ പിന്തുണക്കുന്നയാളാണെന്ന രീതിയിൽ പ്രചാരണം നടത്തിയതിന് പിന്നാലെയായിരുന്നു മംദാനിയുടെ ഈ പ്രതികരണം. സ്ഥാനാർത്ഥി ആയതു മുതൽ മുസ്ലിം മതവിശ്വാസി ആയതിനാൽ മാത്രം മംദാനി എതിരാളികളിൽ നിന്നും കേട്ടത് ഇത്തരത്തിലുള്ള വിദ്വേഷത്തിന്റെ വാക്കുകളായിരുന്നു. മറ്റൊരു സെപ്റ്റംബർ 11 ആക്രമണം നടന്നാൽ മംദാനി ആഹ്ലാദിക്കുമെന്നായിരുന്നു ന്യൂയോർക്കിന്റെ മുൻ ഗവർണർ കൂടിയായിരുന്ന ആൻഡ്രൂ ക്യൂമോ പറഞ്ഞത്. എതിർ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തീവ്രവാദിയായി ചിത്രീകരിച്ച ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ന്യൂയോർക്കിന്റെ ആദ്യ മുസ്ലിം മേയറായി മംദാനി വരുന്നതിൽ ഒരു കാവ്യനീതിയുണ്ട്. അമേരിക്കയിലെ ജനങ്ങളുടെ മാറുന്ന ബോധ്യങ്ങളുണ്ട്. ഗുജറാത്ത് മുതൽ ഗാസ വരെ മനുഷ്യത്വത്തിനൊപ്പമായിരുന്നു മംദാനി നിലപാടെടുത്തത്. അതിന്റെ പേരിൽ വരുന്ന ചാപ്പയടികളെ ഭയന്ന് അയാൾ ഒരിക്കലും പിന്മാറിയില്ല. നിലപാടിൽ വെള്ളം ചേർത്തില്ല. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇസ്രായേലിൻ്റേത് കൂട്ടവംശഹത്യയാണെന്ന് മംദാനി സംശയലേശമന്യേ പറഞ്ഞു. നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ ഒരു മേയർ എന്ന നിലയിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മംദാനി നിലപാടെടുത്തു. രാജ്യാന്തര കോടതിയുടെ ഉത്തരവിനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു മംദാനി ഇത് പറഞ്ഞത്. ജൂതവിരുദ്ധമെന്ന് പാരമ്പര്യവാദികളും ജൂത നേതാക്കളും ആരോപിച്ച ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന മുദ്രാവാക്യത്തോടും മംദാനി ഐക്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വവും പലസ്തീൻ അനുകൂല നിലപാടും ഉയർത്തി ജൂതവിരുദ്ധനെന്ന പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ തന്റെ നിലപാട് US, ഇസ്രായേൽ സർക്കാരുകളുടെ നയത്തിനെതിരെയാണെന്നും ജൂതന്മാർക്കെതിരെയല്ലെന്നും മംദാനി തുറന്നു പ്രഖ്യാപിച്ചു. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചും മംദാനി കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്.
ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത നേതാവാണ് നരേന്ദ്രമോദിയെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയാണ് മോദിയെയും കാണേണ്ടതെന്നും അയാൾ ഒരു യുദ്ധ കുറ്റവാളിയാണെന്നും മംദാനി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സംഘപരിവാർ സംഘടനകൾ മംദാനിയെ അധിക്ഷേപിക്കുന്നതിന് അയാളുടെ മുസ്ലിം ഐഡന്റിറ്റിക്കൊപ്പം മോദിക്കെതിരെ പറഞ്ഞ ഈ നിലപാടും കാരണമാണ്. അമേരിക്കൻ പൗരത്വമില്ലാത്തവരെ മുഴുവൻ ഏലിയൻസ് എന്ന് ഔദ്യോഗിക രേഖകളിൽ വിശേഷിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാദമിഷ്യനായ മഹ്മൂദ് മംദാനിയുടെയും മകനായ സൊഹ്റാൻ മംദാനി മേയറായിരിക്കുകയാണ്. കുടിയേറ്റക്കാരെ പൈശാചികമായി നേരിടാൻ വമ്പൻ മതിൽ വരെ കെട്ടിപ്പൊക്കാൻ ഒരുങ്ങിയ ട്രംപിനെ കുടിയേറ്റക്കാരുടെ മകനെ തങ്ങളെ നയിക്കാൻ ന്യൂയോർക്ക് നിവാസികൾ തെരഞ്ഞെടുത്തത് ദഹിച്ച് കാണില്ല എന്നുറപ്പാണ്. മംദാനിയുടെ 33 വയസ്സിന്റെ ചെറുപ്പമായിരുന്നു എതിർ സ്ഥാനാർത്ഥികളുടെ മറ്റൊരായുധം. 33-കാരനായ മംദാനിക്ക് ഒരു ചുക്കും അറിയില്ലെന്ന് വരെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഒരു കഴമ്പുമില്ലാത്ത ആ വിമർശനത്തോട് മംദാനി പ്രതികരിച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും മനസ്സിലാകുന്ന ട്രോൾ ഭാഷയിലായിരുന്നു. അടുത്ത ആഴ്ച മുതൽ താൻ ഓരോ വർഷവും ഓരോ വയസ്സ് വെച്ച് കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നായിരുന്നു വീഡിയോയിലൂടെ വളരെ ഗൗരവത്തോടെ മംദാനി പറഞ്ഞത്. ഇതിലും മികച്ചൊരു മറുപടി അടുത്ത കാലത്തൊന്നും ട്രംപിന് കിട്ടിക്കാണില്ല. 2020 ഇങ്ങ് നമ്മുടെ തിരുവനന്തപുരത്ത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി 21-കാരിയായ ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങ് ന്യൂയോർക്കിലിരുന്ന് അതിനെ അഭിനന്ദിച്ചയാളാണ് മംദാനി. അന്നേ അയാൾ ന്യൂയോർക്കേഴ്സിനോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയുള്ള മേയറാണ് വേണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന്. അത് ന്യൂയോർക്കേഴ്സിനെ ചിന്തിപ്പിച്ചിരിക്കണം. ഇപ്പോൾ വിദ്വേഷ പ്രചാരണങ്ങളെല്ലാം തകർത്ത് ന്യൂയോർക്കിന്റെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ സൊഹ്റാൻ മംദാനിക്ക് മുൻപിലുള്ള വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല. മനുഷ്യാവകാശം, സാമ്രാജ്യത്വ വിരുദ്ധത, സാമ്പത്തിക പുനർവിതരണം, കുടിയേറ്റക്കാരുടെയും തൊഴിലാളി വർഗത്തിന്റെയും പുനരധിവാസം, LGBTQ അവകാശങ്ങൾ, വംശഹത്യാ വിരുദ്ധത, അന്തർദേശീയ നീതി, സാമ്പത്തിക സമത്വം എന്നു തുടങ്ങി മംദാനി പറഞ്ഞു വെച്ച ഓരോ ഇടതുപക്ഷ ആശയങ്ങളും നയങ്ങളും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ കുത്തക മുതലാളിത്ത വ്യവസ്ഥയെയും തീവ്ര വലതുപക്ഷത്തെയും വിരളി പിടിപ്പിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ അപ്പുറത്ത് മംദാനി എന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ ഇവയോരോന്നും നടപ്പിലാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ വലിയൊരു ലോകമുണ്ട്. അത് അമേരിക്കയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന ആകാംക്ഷയും ശക്തമാണ്.